ോടൊപ്പമുള്ളത് തൈക്കാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റും 2023 ജീവൻ രക്ഷാ അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ ലീമ ആറാണ്. നമസ്കാരം മാഡം. നമസ്കാരം മാഡം, ജനിച്ചതും വളർന്നതും പഠിച്ചതുമൊക്കെ എവിടെയാണ്? ഞാൻ ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിൽ കടയ്ക്കാവൂർ എന്ന സ്ഥലത്താണ്. അവിടെ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ കടയ്ക്കാവൂർ ഗവൺമെൻറ് SSPBHS ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്. പിന്നെ പ്രീ ഡിഗ്രി ഞാൻ ഓൾ സയൻസ് കോളേജിലായിരുന്നു. പിന്നെ MBBS തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ, ഗൈനക് സ്പെഷ്യാലിറ്റി എടുത്തതും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെയാണ്. പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു ഡോക്ടർ ആകണമെന്ന് ആഗ്രഹിച്ചിരുന്നു? പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒരു ഡോക്ടർ ആകണമെന്ന് തന്നെയായിരുന്നു ഒരു ആഗ്രഹം. അതൊരു സേവന രംഗത്തെത്തിയിട്ട് എത്ര കാലം? ഞാൻ ഹെൽത്ത് സർവീസിൽ ജോയിൻ ചെയ്തത് 2000-ലാണ്. ഇടുക്കി ജില്ലയിലെ PHCയിലാണ് ആദ്യം പോസ്റ്റിംഗ് കിട്ടിയത്. ഇപ്പം ഏതാണ്ട് 22-23 വർഷത്തെ സർവീസ് ആവുന്നു സർ. 2023 ജീവൻ രക്ഷാ അവാർഡിന് തിരഞ്ഞെടുത്തപ്പോൾ ആതുര സേവന രംഗത്ത് മറക്കാനാവാത്ത ഒരു അനുഭവം പങ്കുവയ്ക്കാം. മറക്കാനാവാത്ത സംഭവം എന്ന് പറയുമ്പോൾ, ഞാൻ ആദ്യം ജോയിൻ ചെയ്ത് ഇടുക്കി ജില്ലയിലെ ഒരു PHCയിലാണ്. അപ്പം അവിടെ ഞാൻ ഉപ്പുതറ, കട്ടപ്പന, പൈനാവ് എന്ന സ്ഥലങ്ങളിൽ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഗൈനക്കായതിപ്പം ഓർമ്മ പെട്ടെന്ന് വരുന്നത്, പൈനാവ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഒരു പ്രസവത്തിന്, അവിടെ ആകുമ്പോൾ ഇത്രയും ഫെസിലിറ്റീസ് ഒന്നുമില്ല, ഹൈ റേഞ്ച് മേഖലയാണ്. അപ്പം പ്രസവത്തിന് ഒരു സ്ത്രീയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 23-24 വയസ്സേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. അതിൻ്റെ 4ാമത്തെ പ്രസവവും കൂടെയാണ്. അപ്പം 24 വയസ്സിനകത്ത് 4ാമത്തെ പ്രസവം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇച്ചിരി സീരിയസ് ഒക്കെയാണ്. അപ്പോൾ ഞാൻ കുട്ടിയുടെ കണ്ടീഷനും അമ്മയുടെ കണ്ടീഷനും ഒക്കെ വിളിച്ച് ബൈസ്റ്റാൻഡേഴ്സിൻ്റെ അടുത്ത് പറയണമെന്ന് വിചാരിച്ചു. ഞാൻ ഹസ്ബൻഡിനെ വിളിപ്പിച്ചപ്പോഴാണ് അറിയുന്നത് ഹസ്ബൻഡ് വന്നിട്ടില്ല. അപ്പം അതിൻ്റെ ഹിസ്റ്ററി ചോദിച്ചപ്പോഴാണ് അറിയുന്നത് ഹസ്ബൻഡ് ഇങ്ങനെ ഡ്രഗ് അഡിക്റ്റാണ്. ഡ്രഗ് അഡിക്റ്റ് ആയതുകൊണ്ട് ഇവരാരെയും നോക്കത്തൊന്നുമില്ല, ഇങ്ങനെ വീട്ടിൽ തന്നെ കിടക്കുകയും ഇവരെ കുടുംബത്തെ സംരക്ഷിക്കാതെ നടക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ പിന്നെ അച്ഛനെ വിളിച്ചു. അപ്പോൾ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴാണ് അച്ഛൻ നോക്കിയപ്പോഴത്തേക്ക് അച്ഛൻ ഇങ്ങനെ മദ്യലഹരിയിലാണ്. ഹസ്ബൻഡ് മയക്കുമരുന്ന്, അച്ഛൻ ഇങ്ങനെ ആൽക്കഹോളിക്കായിട്ടായിരിക്കുമായിരുന്നു. അപ്പം അപ്പോഴേ എനിക്ക് തോന്നി സ്ത്രീകളുടെ ഇപ്പം റെസ്പോൺസിബിലിറ്റീസ് എടുക്കാൻ ആരും തന്നെ ഇല്ല. ഈ കുട്ടിയാണെങ്കിൽ 24 വയസ്സിനകത്തേ ഉള്ളൂ, 4ാമത്തെ പ്രസവമാണ്, 3 കുട്ടികൾ കുഞ്ഞു കുട്ടികളായിട്ട് ഉണ്ട് താൻ. പിന്നെ ഉള്ളത് ഒരു വയസ്സായ ഒരു അമ്മയുമാണ്. അപ്പോഴാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആലോചിച്ചത്, ലഹരി മരുന്നും ഉപയോഗം കൊണ്ട് അവരുടെ വ്യക്തികളെ മാത്രമല്ല കുടുംബത്തെയും സമൂഹത്തെയും ബാധിക്കുന്നത് എത്രത്തോളം വിപത്താണെന്നും, അപ്പോൾ അതിനെതിരെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യണമെന്നും സമൂഹത്തെ ബോധവൽക്കരിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ ചികിത്സാ രംഗം എത്രത്തോളം മെച്ചപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ എത്രത്തോളം മെച്ചപ്പെടേണ്ടതുണ്ട്? ലഹരി മരുന്ന് ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണത്തിന് സ്ത്രീകളുടെയും കുട്ടികളുടെയും എന്ന് വെച്ചാൽ, സ്ത്രീകളുടെ ആരോഗ്യം ഇപ്പം ഏതാണ്ട് ഈ പുതിയ ജീവിതശൈലി രോഗങ്ങൾ എന്നിവയൊക്കെ കൊണ്ട് കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടികളിലും സ്ത്രീകളിലും ഇപ്പോഴും ലഹരി മരുന്ന് ഉപയോഗവും ആൽക്കഹോളിസവും ഒക്കെ നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരെ ബോധവൽക്കരിക്കണമെങ്കിൽ അവർക്ക് ബോധവൽക്കരണ ക്ലാസ്സുകളും അവർക്ക് ഇതിൻ്റെയുള്ള വിപത്തുകളെക്കുറിച്ചുള്ള അറിവും കൊടുക്കുക എന്നുള്ളതാണ്. കൂടുതൽ പരിചരണം, കൂടുതൽ അറിവ് എന്നുള്ളതാണ് മുദ്രാവാക്യം എന്നുള്ളത്. ഈ പെൺകുട്ടികൾക്ക് അഡോളസൻ്റ് ഹെൽത്ത് വഴി അവർക്ക് ഇതിന് ബോധവൽക്കരണം കൊടുക്കുകയും ഇങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് അഡിക്ഷൻ കൊടുക്കുകയും ചെയ്യണം. പിന്നെ കുട്ടികളാണ് നമ്മുടെ അടുത്ത തലമുറ എന്നുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് ബോധവൽക്കരണം കൊടുക്കാനും അവർക്ക് ക്ലാസ് എടുക്കുക, അവരെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് സ്കൂളുകൾ വഴി ബോധവൽക്കരണ ക്ലാസ്സുകൾ കൊടുക്കുക, ഉപന്യാസ മത്സരങ്ങൾ, പോസ്റ്ററുകൾ ഒട്ടിക്കുക, അവർക്ക് അറിവ് കൊടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള
ആക്ടിവിറ്റീസ് എന്ന് എനിക്ക് തോന്നുന്നു. സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ ചികിത്സാ രംഗത്ത് ചികിത്സിച്ച അനുഭവം കൊണ്ട് അടിയന്തരമായി എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകേണ്ടതായി മാഡത്തിന് തോന്നുന്നത്? ചുരുങ്ങിയ കാലയളവിൽ നമ്മളെപ്പോഴും കാണുന്നത് ഗർഭിണികൾ പെട്ടെന്ന് ചികിത്സയ്ക്കിടയിൽ മരണപ്പെടുന്നു എന്നുള്ളതാണ്. ആ നിരക്ക് ഇപ്പോൾ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് കുറവാണ്. അതിനുള്ള ആരോഗ്യ പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യുന്നുണ്ട്. എന്നാലും ഗർഭിണികൾ മരിക്കുക എന്നുള്ളത് ഒരു വൈകാരികമായിട്ടുള്ള ഒരു ഞെട്ടൽ തന്നെയാണ് സമൂഹത്തിനുള്ളത്. വേറെ ഏത് ചികിത്സയിലുള്ളതുപോലെ ഗർഭിണികളുടെ ജീവനും അതേപോലെ തന്നെയാണ്. ഗർഭിണികൾ മരിക്കത്തില്ല, ഉടനെ ചികിത്സാ പിഴവാണ്. അപ്പം ഈ പണ്ടത്തെക്കാളും പല പല രോഗങ്ങളെല്ലാം ഗർഭിണികളെയും ബാധിക്കുന്നു, പുതിയ പുതിയ അസുഖങ്ങൾ കണ്ടെത്തി വരുന്നു. അപ്പം ജനങ്ങൾക്കിടയിൽ ഒരു ബോധവൽക്കരണം എന്തായാലും ആവശ്യമാണ്. അപ്പം സ്ത്രീകളെന്ന് പറയുമ്പോൾ പെൺകുട്ടികൾ വിവാഹിതരാകുന്നതിന് തൊട്ട് മുമ്പ് ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കൊടുക്കാം. ഇങ്ങനെ പിന്നെ ഗർഭിണികളാവുമ്പോഴത്തേക്ക് അവരുടെ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കണം, എന്തെല്ലാം കോംപ്ലിക്കേഷൻസൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ക്ലാസ് ബോധവൽക്കരണം കൊടുക്കുക. 2023 ജീവൻ രക്ഷ അവാർഡിന് തിരഞ്ഞെടുത്തപ്പോൾ മാഡത്തിന് എന്ത് തോന്നി? വളരെയധികം സന്തോഷം തോന്നുന്നു. എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഒരു അവാർഡ് നൽകിയതിൽ ആൻറ്റി നാർക്കോട്ടിക് സെൽ ഈ ഒരു അവാർഡ് നൽകിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇനിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ അവാർഡ് എനിക്കൊരു പ്രചോദനം തന്നെയാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. 2023 ജീവൻ രക്ഷ അവാർഡ് ലഭിച്ചതിൽ അഭിനന്ദനങ്ങൾ മാഡത്തിന്. ഇത്രയും നേരം നമ്മളോടൊപ്പം സമയം ചിലവിട്ടതിന് നന്ദി.